ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഫ്രം സ്റ്റഡി ഹിസ്റ്ററി വിത്ത് മീ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 11 കീഴ്ക്കണക്ക് എന്ന് പറയുന്ന സംഘകാലവുമായിട്ട് ബന്ധപ്പെട്ട കൃതികളാണ്. മുന്നേ 2 വീഡിയോസിലായിട്ട് സംഘം ലിറ്ററേച്ചറിൻ്റെ ഇൻട്രഡക്ഷനും 5 തിണകളും 8 തുകയും 10 പാട്ടൊക്കെ ഇൻ ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്സ് വേണമെങ്കിൽ മസ്റ്റായിട്ടും ആ വീഡിയോസും കാണുക. 11 കീഴ്ക്കണക്ക് എന്ന വേർഡിൻ്റെ ലിറ്ററൽ മീനിങ് ആണ് 18 ലെസ്സർ ടെക്സ്റ്റ്. 11 എന്നത് 18, കീഴ് എന്നത് ലെസ്സർ. അപ്പോൾ 11 കീഴ്ക്കണക്ക് എന്ന വേർഡിൻ്റെ മീനിങ് 18 ലെസ്സർ ടെക്സ്റ്റുകൾ എന്നാണ് പറയുന്നത്. ഇതിൽ 18 കവിതകളാണ് ഉള്ളത്. 11 കീഴ്ക്കണക്കിലുള്ള പോയംസ് കമ്പാരിറ്റീവ്ലി വളരെ ഷോർട്ടാണ്. ഇത് എഴുതാൻ ഉപയോഗിച്ചിട്ടുള്ള മീറ്ററാണ് വെൻപ മീറ്റർ. 11 കീഴ്ക്കണക്കിൽ ഒറ്റ ആന്തോളജി മാത്രമാണ് ഉള്ളത്. അതിൻ്റെ പേരാണ് നാലടിയാർ. ഇതിൽ 400ഓളം പോയറ്റ്സിൻ്റെ കൃതികൾ വരുന്നുണ്ട്. 11 കീഴ്ക്കണക്കിലുള്ള 18 കൃതികളുടെ പേരുകളാണ് ഈ ഒരു ടേബിളിൽ കൊടുത്തിട്ടുള്ളത്. ഓരോ കൃതിയും നമ്മൾ ഇൻ ഡീറ്റെയിൽ നെക്സ്റ്റ് വരുന്ന സ്ലൈഡ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. പക്ഷേ ഈ 18 പോയംസും നമുക്ക് കാണാതെ പഠിക്കുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമാണ്. ഇത് ഈസി ആയിട്ട് ഒരു കോഡ് സ്റ്റോറിയിലൂടെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് മെമ്മറൈസ് ചെയ്യണമെങ്കിൽ അത് പോയിട്ട് കാണുക. കാരണം ആ ഒരു കോഡ് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഈ 18 കൃതികളും നെയിം ചെയ്യാൻ പറ്റും. 11 കീഴ്ക്കണക്കിലുള്ള ഏക ആന്തോളജിയാണ് നാലടിയാർ എന്ന് നമ്മൾ പറയുന്നത്. നാലടിയാർ എന്ന പദത്തിൻ്റെ അർത്ഥം നാലു അല്ലെങ്കിൽ നാഗു എന്ന് പറയുന്നത് 4 എന്നുള്ള അർത്ഥത്തിലാണ്. അടി എന്നത് മെട്രിക്കൽ ഫീറ്റ് ഓർ പോയറ്റിക്കൽ മീറ്റർ. ആർ എന്നതൊരു ഹോണറിക് സഫിക്സ് ആണ്. നാലടിയാർ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? 4 വരികളുള്ള കവിതകളാണ്. 4 വരികളുള്ള 400 വേഴ്സസ് ആണ് നാലടിയാറിലുള്ളത്. അതുകൊണ്ട് തന്നെ നാലടിയാറിനെ പലപ്പോഴും 4 അടി 400 എന്നും വിളിക്കാറുണ്ട്. ഇത് ജൈൻ മോങ്സ് ആണ് കമ്പോസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കൃതിയെ 3 ഭാഗങ്ങളായിട്ട് തിരിക്കാറുണ്ട്. ഒന്നാമത്തെ ഭാഗം വിച്ച് ഇസ് ലൈഫ്, രണ്ടാമത്തെ ഭാഗം ഗവേണൻസ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് വെൽത്ത്, മൂന്നാമത്തെ ചെറിയ ഭാഗം പ്ലഷേഴ്സ്. തിരുക്കുറൽ എന്ന കൃതിക്ക് ശേഷം തമിഴ് ലിറ്റററി വർക്ക്സിൽ വളരെ ഇമ്പോർട്ടൻസ് ഉള്ള കൃതിയാണ് നാലടിയാർ. വിളമ്പി നാഗനാർ എഴുതിയിട്ടുള്ള 100 സോങ്സ് അടങ്ങുന്ന കൃതിയാണ് നന്മണി കഗടികൈ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ലാംഗ്വേജിലാണ് ഈ ഒരു കവിതകൾ എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബേസിക് ആയിട്ടുള്ള സ്റ്റുഡൻസിന് വേണ്ടി ഇതിൽ നിന്നുള്ള കവിതകൾ യൂസ് ചെയ്യാറുണ്ട്. ഈ ഒരു ഗ്രൂപ്പിൽ വരുന്ന മറ്റൊരു കൃതിയാണ് ഇന്ന 40. 40 എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം 40 എന്ന ഇതിൻ്റെ മീനിങ്ങിൽ വരുന്നുണ്ട്. ഇതിൻ്റെ ലിറ്ററൽ മീനിങ് ദ 40 അൺഡിസൈറബിൾ തിങ്സ് എന്നാണ്. അൺഡിസൈറബിൾ തിങ്സ് എന്ന് പറയുമ്പം ഒരാൾ അവോയ്ഡ് ചെയ്യേണ്ട 40 കാര്യങ്ങൾ. കപിലറാണ് ഈ ഒരു വർക്കിൻ്റെ ഓഥർ. ഇന്ന എന്ന വേർഡിൻ്റെ അർത്ഥം വൺ ദാറ്റ് ബ്രിങ്സ് അൺഹാപ്പിനെസ് എന്നാണ്. അൺഹാപ്പിനെസ് കൊണ്ടുവരുന്ന കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യണം. ഒരാൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ മെയിനായിട്ട് 4 കാറ്റഗറീസ് ആയിട്ട് തിരിക്കുന്നുണ്ട്. 1 ബ്യൂട്ടിഫുൾ ബട്ട് ഡിസ്ലോയൽ വൈഫ്, 2 ദ വെൽത്ത് ഓഫ് എ മൈസർ, 3 എ ലൈഫ് അണ്ടർ എ ടൈറൻറ്റ്, 4 ബ്യൂട്ടി ഓഫ് എ ഫ്ലവർ വിത്തൗട്ട് ഫ്രാഗ്രൻസ്. ഇന്നേ 40 പോലെ നെക്സ്റ്റ് വർക്കാണ് ഇനിയവേ 40. നേരത്തെ നമ്മൾ പറഞ്ഞു അൺഡിസൈറബിൾ തിങ്സ് ആയിരുന്നു. ഇത് 40 ഡിസൈറബിൾ തിങ്സിനെയാണ് പറയുന്നത്. ഇതിൽ 40 പോയംസ് ഉണ്ട്. ഇതിൻ്റെ ഓഥറാണ് പുത്തം സെന്തനാർ. ഈ 40 കാര്യങ്ങൾ തന്നെ 4 കാറ്റഗറീസ് ആയിട്ട് നേരത്തെ മുന്നേയുള്ള ബുക്കിൽ ഡിസ്ക്രൈബ് ചെയ്ത പോലെ 4 കാറ്റഗറീസ് ആയിട്ട് തിരിക്കുന്നുണ്ട്. ഇതിൽ 4 കാര്യങ്ങളെന്ന് പറയുന്നത് ലേണിംഗ് ഈവൻ അറ്റ് എൻ എക്സ്പെൻസ് ഓഫ് ബെക്കിംഗ്, ദ അഡ്വൈസ് ഓഫ് ലേൺഡ് പേഴ്സൺസ്, ഹെൽത്തി ചിൽഡ്രൻ, സ്ട്രെങ്ത് ടു നോട്ട് കവേർഡ് അതേഴ്സ് സ്പൗസസ്. നെക്സ്റ്റ് കൃതിയാണ് കാർ 40. കാർ 40 എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിൽ 40 പോയംസ് ആണ് ഉള്ളത്. ഇതൊരു ഇൻറ്റേർണൽ സബ്ജക്ട്സുമായിട്ട് ഡീൽ ചെയ്യുന്നൊരു വർക്കാണ്. മധുരയിൽ ജീവിച്ചിരുന്ന കണ്ണൻ കൂത്തനാറാണ് ഈ ഒരു വർക്കിൻ്റെ ഓഥർ. ലൈഫിലുള്ള ഹ്യൂമൻ ഇമോഷൻസ്, ലവ്, സെപ്പറേഷൻ, ലവേഴ്സ് ക്വാറൽസ് ഇങ്ങനെ തുടങ്ങിയ ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ടാണ് ഈ ഒരു കൃതി ഡീൽ ചെയ്യുന്നത്. കഥാനായികേനെ അവരുടെ ഫ്രണ്ട് കൺസോൾ ചെയ്യുന്ന ആശ്വസിപ്പിക്കുന്ന ഒരു രീതിയിലാണ് ഇതിലുള്ള മോസ്റ്റ് ഓഫ് ദ പോയംസ് എഴുതിയിട്ടുള്ളത്.
ഇതിൽ പ്രധാനമായിട്ട് കൺസോൾ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഈ റെയിനി സീസണിൻ്റെയൊക്കെ ബ്യൂട്ടി ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? കാർമേഘം, മഴയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. സോ കാർ 40 എന്ന് പറയുന്നത് ഈ ഒരു റെയിനി സീസണുമായിട്ടുള്ള കണക്ഷനും ഓർത്തു വെക്കാൻ ഈസിയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കൃതിയാണ് കാൽവഴി 40. ഇതിലും നമുക്കറിയാം 40 എന്ന് പറയുമ്പോൾ 40 പോയംസ് അടങ്ങിയതായിരിക്കും. തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന കാർ 40 എന്തായിരുന്നു? അകവുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. പക്ഷേ കാൽവഴി 40 പുറം പോയംസാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇത് എഴുതിയിട്ടുള്ളത് പൊയ്കയാർ എന്ന് പറയുന്ന കവിയാണ്. നമ്മൾ പറഞ്ഞു പുറം പോയംസ് ആണുള്ളത്, എക്സ്റ്റേണൽ അഫയേഴ്സാണ്. സോ ഒബ്വിയസ്ലി ഇറ്റ് ഡീൽസ് വിത്ത് വാർ, യുദ്ധം, പൊളിറ്റിക്സ്, വെൽത്ത് അങ്ങനെയുള്ള പുറം കാര്യങ്ങളുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അടുത്ത കൃതിയാണ് ഐന്തിണൈ 50. ഈ ഒരു ടൈറ്റിലിൽ തന്നെ നമുക്ക് എന്താണ് ഇത് റിലേറ്റഡ് ആയിട്ടുള്ളതെന്ന് ക്ലിയറാണ്. ഐന്തിണൈ എന്ന് പറയുന്നത് 5 തിണകളാണ്. 50 എന്ന് പറയുന്നത് 50. അപ്പോൾ ഐന്തിണകളുമായിട്ട് ബന്ധപ്പെട്ട 50 പോയംസാണ്. അപ്പോൾ 5 തിണകൾ ആവുമ്പോൾ 50 ആവണമെങ്കിൽ ഓരോ തിണയായിട്ട് ബന്ധപ്പെട്ട് 5 തിണകളുമായിട്ട് ബന്ധപ്പെട്ട് 10 പോയംസ് ഉണ്ടാവും. അപ്പോൾ 5, 10, 50 പോയംസ്. തിണയായിട്ട് ബന്ധപ്പെട്ട പോയംസ് പൊതുവെ നമുക്കറിയാം അകം പോയംസാണ്. ഇൻറ്റേർണൽ സബ്ജക്ട്സുമായിട്ട് ഡീൽ ചെയ്യുന്നതാണ്. അതായത് ലവ്, സെപ്പറേഷൻ, ഹ്യൂമൻ ഇമോഷൻസ്, ക്വാറൽസ്, ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ഓരോ തിണയും അത് പറയുന്ന ഫീലിങ്സും മൂഡും അതിൽ ലവേഴ്സിൻ്റെ ഏത് സ്റ്റാറ്റസ് ആണെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. സോ ഐ എം നോട്ട് ഗോയിങ് ടു റിപ്പീറ്റ് ദാറ്റ്. സോ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അകം കാര്യങ്ങളാണ്. ഇൻടാഞ്ചിബിൾസ് ആയിട്ടുള്ള ഹ്യൂമൻ ഇമോഷൻസ്, ലവ്, സെപ്പറേഷൻ, ലവേഴ്സ്, ക്വാറൽസ് എക്സെട്ര ആണ് കോറായിട്ടുള്ള തീംസ്. ഇതിൻ്റെ ഓതറും മധുരയിൽ ജീവിച്ചിരുന്ന കണ്ണൻ കൂത്തനാറാണ്. നെക്സ്റ്റ് വർക്കാണ് തിണൈമൊഴി 50. തിണൈമൊഴി 50 എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇറ്റ്സ് സംതിങ് റിലേറ്റഡ് ടു തിണ. പിന്നെ നമുക്കറിയാം 50 എന്ന് പറയുന്നത് 50 പോയംസ് ഇൻക്ലൂഡഡ് ആയിരിക്കും. ഇതിലും മുന്നേ പറഞ്ഞ പോലെ 5 തിണയായിട്ട് ബന്ധപ്പെട്ട് 10 വീതം പോയംസാണ് ഉള്ളത്. സോ ടോട്ടൽ 50 പോയംസ് വരുന്നു. തൊട്ട് മുന്നേ പറഞ്ഞ പോലെ അകം പോയംസാണ് ഇതിൻ്റെ സബ്ജക്ട്സ്. ഇൻടാഞ്ചിബിൾസ് ആയിട്ടുള്ള ഹ്യൂമൻ ഇമോഷൻ, ലവ്, സെപ്പറേഷൻ, ലവേഴ്സ്, ക്വാറൽസ് ഒക്കെയാണ് ഇതിലും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്. ഇതിൻ്റെ ഓതർ കണ്ണൻ ചെന്തനാറാണ്. നെക്സ്റ്റ് വർക്കാണ് ഐന്തിണൈ 70. ഇതിലും നമുക്കറിയാം 5 തിണൈ 70 ആസ് ദ ടൈറ്റിൽ ഇൻഡിക്കേറ്റ്സ്. ഇതിൽ നമുക്കറിയാം നേരത്തെ 50 ആയപ്പം 5 തിണയിലും ഓരോ തിണയായിട്ട് ബന്ധപ്പെട്ട് 10 പോയംസായിരുന്നു ഉള്ളത്. ഇതിൽ 5 തിണയായിട്ട് ബന്ധപ്പെട്ട് 14 പോയംസ് ഉണ്ട്. 5, 14, 70. സോ ടോട്ടൽ 70 പോയംസ് ഉണ്ട്. മുൻപ് പറഞ്ഞ കൃതികളൊക്കെ പോലെ തന്നെ തിണയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പോയംസൊക്കെ അകം കോൺസെപ്റ്റാണ് മെയിനായിട്ട് കാണുന്നത്. സോ ഐന്തിണൈ 70 അകം കോൺസെപ്റ്റുമായിട്ട് ഡീൽ ചെയ്യുന്നു. ഇതിൻ്റെ ഓതറാണ് മൂവതിയാർ. നെക്സ്റ്റ് കൃതിയാണ് തിണൈമലൈ 150. ഇതിൽ 154 പോയംസ് ഉണ്ട്. 31 പോയങ്ങൾ വീതം ഓരോ തിണയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. നമ്മൾ മുന്നേ പറഞ്ഞ പോലെ ടൈറ്റിൽ നോക്കിയാൽ തന്നെ നമുക്കിതിൻ്റെ ഒരു ഐഡിയ ഈസി ആയിട്ട് കിട്ടുന്നതാണ്. തിണൈമലൈ 150. 5 തിണകളാണുള്ളത്, അത് നമുക്കറിയാം. സോ 5 തിണകൾക്കും 31 പോയം വീതമുണ്ട്. അപ്പം ടോട്ടൽ എത്രയാണ് വരിക? 155 പോയംസാണ് വരിക. പക്ഷേ ഇതിൽ 154 പോയംസാണ് ഉള്ളത്. ആസ് യൂഷ്വൽ തിണയായിട്ട് ബന്ധപ്പെട്ടത് മോസ്റ്റ്ലി എന്ത് പോയംസ് ആയിരിക്കും? അകം പോയംസ് ആയിരിക്കും. സോ ഇതും അകം പോയമാണ്. കണിമേയിട്ടവിയാർ എന്ന ഓതറാണ് ഈ ഒരു കൃതി എഴുതിയിട്ടുള്ളത്. ഈ ഒരു ഗ്രൂപ്പ് ഓഫ് വർക്ക്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് തിരുക്കുറൾ. ഇത് എഴുതിയിട്ടുള്ളത് തിരുവള്ളുവറാണ്. തിരുക്കുറൾ, തിരുവള്ളുവർ, തിരു എന്നുള്ളതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഓർത്ത് വെക്കാം. ഇതിൽ പല ടോപ്പിക്സ് കവർ ചെയ്യുന്നുണ്ട്. എപ്പിക്സ്, ലവ്, പൊളിറ്റി, ഗവേണൻസ്, എത്തിക്സ് തുടങ്ങി വൈഡ് റേഞ്ച് ഓഫ് ടോപ്പിക്സ് ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത്, ഇത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എത്തിക്സിൻ്റെ വർക്ക്സിൽ ഫസ്റ്റ് ഏർലിയസ്റ്റ് ദ്രവീഡിയൻ വർക്ക് കൂടിയാണ്. പിന്നെ നമുക്കറിയാം എപ്പിക്സ്, ലവ്, പൊളിറ്റി, ഗവേണൻസ് ഇതെല്ലാം ഇൻ്റർമിംഗിൾ ചെയ്ത് വരുന്നതുകൊണ്ട് ഇതിൽ അകം കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ട്, പുറം കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 1330 ഷോർട്ട് കപ്ലെറ്റ്സ് ആണ് ഉള്ളത്. ഈ കപ്ലെറ്റ്സിന് തമിഴിൽ പറയുന്നവരാണ് കുറൽസ്. ഈ കുറൽസിൽ
7 വേർഡ്സാണ് ഓരോ കുരലിലും ഉണ്ടാവുക. 7 വേർഡ്സ് ആയിട്ടുള്ള കപ്ലറ്റ്സിനെയാണ് നമ്മൾ കുരൽസ് എന്ന് പറയുന്നത്. സോ തിരുക്കുറൽ ആ ഒരു പേരിൽ തന്നെ ആ ഒരു ടേം വരുന്നുണ്ട്. തമിഴ് ലിറ്ററേച്ചറിൽ വളരെ പ്രധാനപ്പെട്ടൊരു പൊസിഷന് ഈ ഒരു വർക്കിന് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ ദ തമിഴ് വേദ അല്ലെങ്കിൽ ദ ഡിവൈൻ ബുക്ക് എന്നൊക്കെ വിളിക്കാറുണ്ട്. തിരുക്കുറൽ എന്ന കൃതിയെ നമുക്ക് പ്രധാനമായിട്ടും 3 ഭാഗങ്ങളായിട്ട് തിരിക്കാം. ബുക്ക് 1, ബുക്ക് 2, ബുക്ക് 3. ബുക്ക് 1 എന്ന് പറയുന്നത് അരം എന്ന് പറയുന്നത് ബുക്ക് ഓഫ് വെർച്യു, ധർമ്മ. രണ്ടാമത്തത് ബുക്ക് 2 പൊരുൾ, ബുക്ക് ഓഫ് പൊളിറ്റി, അർത്ഥ. ബുക്ക് 3 എന്ന് പറയുന്നത് ഇമ്പം, ബുക്ക് ഓഫ് ലവ്, കാമ. ഇത് മൂന്നും ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സാണ് കവർ ചെയ്യുന്നത്. ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ ഏർലിയസ്റ്റ് വർക്ക്സ് ഓൺ എപ്പിസ്റ്റമോളജി, മെറ്റാഫിസിക്സായിട്ടും ഈ ഒരു വർക്കിനെ കണക്കാക്കാറുണ്ട്. നെക്സ്റ്റ് കൃതിയാണ് തിരികടുകം. തിരികടുകത്തിൽ 100 പോയംസ് ആണുള്ളത്. ഇത് എഴുതിയിട്ടുള്ളത് നല്ലതനാർ എന്ന് പറയുന്ന പോയറ്റാണ്. ഇതിൽ ട്രഡീഷണൽ ഹെർബൽ മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. പ്രധാനമായിട്ടും 3 ഹെർബ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് സുക്ക് എന്ന് പറയുന്നത് ചുക്ക് എന്താണ്? ഡ്രൈഡ് ജിഞ്ചറാണ്. അതായത് ഉണങ്ങിയ ഇഞ്ചിയാണ് നമ്മൾ ചുക്കെന്ന് വിളിക്കുന്നത്. പിന്നെ മിളക് എന്ന് പറയുന്നത് നമുക്ക് മുളക്, മലയാളത്തിൽ മുളക് എന്ന് പറയാം. സോ ഇറ്റ്സ് പെപ്പർ. ദെൻ തിപ്പിലി എന്ന് പറയുന്നത് നമുക്ക് ഒരു പെപ്പർ പോലെയുള്ള ഒരു ടൈപ്പ് ഓഫ് മുളകാണ്. സോ ലോങ് പെപ്പർ എന്ന് നമുക്ക് പറയാം. ഇത് 3ഉം സ്റ്റൊമക്കുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങളെയൊക്കെ ക്യൂർ ചെയ്യാൻ യൂസ് ചെയ്തിരുന്നു എന്നൊക്കെ തിരികടുകത്തിൽ പറയുന്നുണ്ട്. നെക്സ്റ്റ് കൃതിയാണ് ആചാരക്കോവൈ. ആചാരക്കോവൈ എന്ന വേർഡിൻ്റെ ലിറ്ററൽ മീനിങ് ദി ഗാർലൻഡ് ഓഫ് റൈറ്റ് കണ്ടക്റ്റ്, ആചാരം എന്ന് നമുക്ക് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും. ഇതിൽ 100 പോയംസ് ആണ് ഉള്ളത്. ദ ഗാർലൻഡ് ഓഫ് റൈറ്റ് കണ്ടക്റ്റ് എന്ന പേരിൽ തന്നെയുണ്ട് റൈറ്റ് മെത്തേഡ്, എന്താണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള റിച്വൽസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു കൃതി ഡീൽ ചെയ്യുന്നത്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ചെയ്യരുതാത്ത കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ടും ഇതിൽ പറയുന്നുണ്ട്. ഇത് എഴുതിയിട്ടുള്ളത് പെരുവായിൻ മുള്ളിയാർ എന്ന കവിയാണ്. ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത് അശുദ്ധി വരുന്നതിനെക്കുറിച്ച്. ലോവർ കാസ്റ്റിലുള്ള ആളുകൾ ടച്ച് ചെയ്ത വാട്ടർ അപ്പർ കാസ്റ്റുകാർക്ക് കൺസ്യൂം ചെയ്യാൻ പാടില്ല എന്ന് ഇതിൽ പറയുന്നുണ്ട്. ലോവർ കാസ്റ്റിൽപ്പെട്ട പുലയന്മാരെ ഇതിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മീറ്റ് ഈറ്റേഴ്സ്, അതായത് മാംസ്യബുക്കുകളായിട്ടാണ് പറയുന്നത്. പുലൈ എന്ന വേർഡിൻ്റെ അർത്ഥവും മീറ്റ് എന്നാണ്. നെക്സ്റ്റ് വർക്കാണ് പഴമൊഴി 400. പഴമൊഴി 400 എന്ന വേർഡ് തന്നെ ഉണ്ട്. പഴമൊഴി എന്ന് പറയുന്നത് പ്രോവേർബ്സ് ആണ്. പണ്ടുള്ള തമിഴ് പ്രോവേർബ്സും അതിൻ്റെ മെസ്സേജസുമാണ് ഈ ഒരു കൃതിയിൽ പറയുന്നത്. 400 എന്നതുകൊണ്ട് നമുക്കറിയാം ആസ് യൂഷ്വൽ 400 പോയംസാണ് ഈ ഒരു കൃതിയിൽ ഉള്ളത്. മൻറുറൈ അരയ്യനാർ എന്ന് പറയുന്ന ഒരു ജൈൻ പോയിറ്റാണ് ഈ ഒരു വർക്കിൻ്റെ ഓതർ. വെൺപ മീറ്ററിലാണ് ഈ ഒരു വർക്ക് എഴുതിയിട്ടുള്ളത്. നമുക്കെല്ലാവരും ഫെമിലിയർ ആയിട്ടുള്ള ഒരു പ്രോവേർബാണ്. അതായത് നായയുടെ വാല് എത്ര കാലം കുഴലിലിട്ടാലും നേരെയാവില്ല എന്ന് പറയുന്നത്. അത് ഈ ഒരു പഴമൊഴി 400 നിന്നാണ് വരുന്നത്. ഇതിൽ പറയുന്നത് ഇറ്റ്സ് ഇമ്പോസിബിൾ ടു സ്ട്രെയിറ്റൻ ദ ടെയിൽ ഓഫ് എ ഡോഗ് ആസ് ഇറ്റ്സ് ഇമ്പോസിബിൾ ടു കൺട്രോൾ ദ അൺചേസ് മൈൻഡ് ഓഫ് എ ഗേൾ ബൈ ത്രോയിങ് ഹെർ ഇൻ പ്രിസൺ. നെക്സ്റ്റ് കൃതിയാണ് സിരുപഞ്ചമൂലം. കരിയാസാൻ എഴുതിയിട്ടുള്ള 100 പോയംസ് അടങ്ങുന്ന കൃതിയാണ് സിരുപഞ്ചമൂലം. ജൈൻ റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ട കൃതിയാണ് ഈ ഒരു കൃതി. ഈ ഒരു വർക്കിൻ്റെ ഇൻട്രൊഡക്ടറി പോയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇദ്ദേഹം മക്കേനാർ എന്ന ആളുടെ സ്റ്റുഡൻ്റ് ആയിരുന്നു. ട്രഡീഷണൽ ഹെർബൽ മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു കൃതിയിൽ കുറേ ഹെർബ്സും അതിൻ്റെ പ്രത്യേകതകളും ഗുണങ്ങളൊക്കെ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് കൃതിയാണ് മുത്തുമൊഴി കാഞ്ചി. ഇതിൽ 100 പോയംസ് ആണ് അടങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ ഓതറാണ് മധുരൈ കൂടലാർ കീഴാർ. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇദ്ദേഹം മധുരയിൽ ജീവിച്ചിരുന്ന ആളായിരുന്നു. 10 കാറ്റഗറീസ് ആയിട്ട് ഓരോ കാറ്റഗറീസിലും 10 പോയംസ് ആയിട്ടാണ് മുത്തുമൊഴി കാഞ്ചി എഴുതിയിട്ടുള്ളത്. സോ ഇൻ ടോട്ടൽ 100 പോയംസ് ആയിട്ട് വരുന്നുണ്ട്. ഇതിൽ ചെറിയ ചെറിയ സിമ്പിളായിട്ടുള്ള ഭാഷയിലാണ് ഓരോ കവിതയും എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് ആർക്കും ഇതിൻ്റെ മെസ്സേജ് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ സ്ട്രക്ചർ ഉള്ളത്.
നെക്സ്റ്റ് കൃതിയാണ് ഏലാദി. ഏലാദി എന്ന വേർഡിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഏലം എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ കാർഡമമാണ്, ഏലമാണ്. സോ ഇത് ഹെർബൽ മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട, ട്രഡീഷണൽ മെഡിസിനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു കൃതിയാണ്. ഏലാദിയിൽ 80 പോയംസ് ആണ് ഉള്ളത്. ഇത് എഴുതിയിട്ടുള്ളത് കണിമേധവിയാർ എന്ന് പറയുന്ന കവിയാണ്. ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത് 6 ഹെർബ്സിനെ കുറിച്ചാണ്. ഇതിലൊന്ന് നമുക്ക് ടൈറ്റിൽ സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ അറിയാം, ഏലമാണ്. ഏലം എന്ന് പറയുന്നത് കാർഡമം. രണ്ടാമത്തത് ഇലവങ്ക പട്ടൈ. പട്ടൈ എന്ന് പറയുന്നത് എന്താണ്, സിനമൺ, നമ്മൾ കറിയിലൊക്കെ യൂസ് ചെയ്യുന്ന പട്ട. നെക്സ്റ്റ് നാഗകേസരം. നാഗകേസരം എന്ന് പറയുന്നത് അയൺ വുഡിൻ്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ട ഒരു ഹെർബാണ്. നെക്സ്റ്റ് മിളക്. മിളക് എന്ന് പറയുന്നത് മുളകാണ്. മുളക് ദർഫോർ ബ്ലാക്ക് പെപ്പർ, അതായത് കുരുമുളക്. നെക്സ്റ്റ് തിപ്പില്ലി. തിപ്പില്ലി എന്ന് പറയുന്നത് തിപ്പല്ലി. തിപ്പല്ലി ഒരു ടൈപ്പ് ഓഫ് പെപ്പറാണ്, നമ്മൾ മുന്നത്തെ ഒരു സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തതാണ്. നെക്സ്റ്റ് വരുന്നത് സുക്ക്. സുക്ക് എന്ന് പറയുന്നത് ചുക്കാണ്, അതായത് ഇഞ്ചി ഉണക്കിയത്, അതായത് ഡ്രൈഡ് ജിഞ്ചർ. സ്ക്രിപ്ചേഴ്സ് ഫോളോ ചെയ്യുന്നവർക്ക് വരുന്ന കാര്യങ്ങൾ, അതായത് എക്സ്ട്രാ വരുന്ന ഗുണങ്ങൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതാണ് 6 കാര്യങ്ങളാണ് പറയുന്നത്: ഫെയിം, വെൽത്ത്, പ്രൈസ്, കറേജ്, എഡ്യൂക്കേഷൻ, ഫിലാന്ത്രോപ്പി. മറ്റൊരു പ്രധാന കൃതിയാണ് കൈനിലൈ, ഇന്നിലൈ. ഇത് 2 കൃതികളാണ്, പക്ഷേ ഇതിനെ പൊതുവെ ഒന്നായിട്ടാണ് കണക്കാക്കാറ്. 60 കവിതകളുള്ള കൈനിലൈ എഴുതിയിട്ടുള്ളത് പുളങ്കത്തനാറാണ്. 45 പോയംസ് ഉള്ള ഇന്നിലൈ എഴുതിയിട്ടുള്ളത് പൊയ്കയാറാണ്. ഇന്നിലൈ പോയംസ് പ്രധാനമായിട്ടും ഡീൽ ചെയ്യുന്നത് അരം. അരം എന്ന് പറയുന്നത് പ്രൊപ്പറേറ്റി, പൊരുൾ. പൊരുൾ എന്നാൽ വെൽത്ത്. ഇമ്പം എന്ന് പറഞ്ഞാൽ ലവ്. വീട്, സാൽവേഷൻ. ഈ ഒരു കാറ്റഗറൈസേഷൻ നമുക്ക് വളരെ സിമിലറാണ്, കാരണം തിരുക്കുറലിലും ഇതുപോലെയുള്ളൊരു കാറ്റഗറൈസേഷനാണ് നമുക്ക് കാണുന്നത്. കൈനിലൈ നമുക്ക് മച്ച് മോർ ഡാമേജ്ഡ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ പല പോയംസും പാർഷ്യലി മാത്രമായിട്ടാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. പലതിൻ്റെയും ഫുള്ള് നമുക്ക് അവൈലബിൾ അല്ല. ഇതിൽ പ്രധാനമായിട്ടും ഡീൽ ചെയ്യുന്നത് അകം, അതായത് ഇന്നർ കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സോ നമ്മൾ 18 കൃതികളും കവർ ചെയ്തിരിക്കുകയാണ്. ഇനി ക്വിക്ക്ലി നമുക്ക് ഈ ഒരു 18 കൃതികളിലൂടെയും കടന്നു പോകാം, കാരണം ഇത് റിവൈസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളുടെ ഓർമ്മയിൽ നിൽക്കില്ല. സോ 18 കൃതികൾ ഓർത്ത് വെക്കാനുള്ള കോഡാണ് നമ്മളിനി പറയുന്നത്. നമ്മൾ വേറെ വീഡിയോയിൽ കോഡ് ഡിസ്കസ് ചെയ്തതാണ്, ഇൻ ഡീറ്റെയിൽ ആയിട്ട് അതിൽ പോയിട്ട് കാണാം. സോ നമ്മളുടെ കോഡ് ഇങ്ങനെയാണ്: കടുക് ഏലം വിൽപ്പനക്കാരൻ പറഞ്ഞു, കടുക് ഏലൊക്കെ വിൽക്കുന്ന ആൾ പറഞ്ഞു, ഞാൻ 4 ആൾ കേൾക്കാൻ പറയുകയാണ്, പഴമക്കാരുടെ ആചാരം അനുസരിച്ച് എൻ്റെ കയ്യിലുള്ള പഞ്ചമൂലിയും കാറും ലേലത്തിൽ കൊടുക്കുകയാണ്. അയാളൊരു അനൗൺസ്മെൻറ്റ് നടത്തുകയാണ്. തിരുമുത്ത് ലേലം വിളിക്കാൻ തുടങ്ങി. അപ്പോൾ ലേലം വിളിക്കുന്ന ആളാരാണ്? തിരുമുത്ത്. കാലവഴി വന്നിട്ട് എന്ത് പറഞ്ഞു? 40 എന്ന് ലേലം വിളിച്ചു. അപ്പോൾ ചോദിച്ചു, ഇനി ആരേലും ഉണ്ടോ? എന്നാൽ 40 ഉറപ്പിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഐന്തിണയും തിണയും മൊഴിയും ഒരുമിച്ച് 50 എന്ന് വിളിച്ചു. അപ്പം ടൈ ആയിപ്പോയി, സെയിം നമ്പർ 2 പേരും ഒരുമിച്ച് വിളിച്ചു. അപ്പോൾ ഐന്തിണ എന്ന് പറഞ്ഞു 70 വിളിച്ചു. അപ്പോൾ അതിൻ്റെ മുകളിൽ വന്നിട്ട് തിണയും മലയും പറഞ്ഞു 150 എന്ന്. അങ്ങനെ 150 വിളിച്ച് തിണയും മലയും ജയിച്ചു. ഓക്കെ, ഇതിൽ കടുക് ഏലം വിൽപ്പനക്കാരനാണ് ഫസ്റ്റ് വന്നിട്ട് പറയുന്നത്. കടുക് എന്ന് പറയുന്നത് തിരികടുകം, ഏലം എന്ന് പറയുന്നത് ഏലതി. ഞാൻ 4 ആൾ കേൾക്കാൻ പറയുകയാണ്, ഞാൻ നന്മണി ഗടികെ 4 ആൾ 4 അടിയാർ. പഴമക്കാരുടെ ആചാരമനുസരിച്ച് പഴമക്കാരെന്ന് പറയുന്നത് പഴമൊഴി 400, ആചാരമനുസരിച്ചെന്ന് പറയുന്നത് ആചാരക്കോവൈ. എൻ്റെ കയ്യിലുള്ള പഞ്ചമൂലിയും കാറും. എൻ്റെ കൈ എന്ന് പറയുന്നത് കൈനിലൈ, ഇന്നിലൈ. പഞ്ചമൂലി എന്ന് പറയുന്നത് സിരുപഞ്ചമൂലം. എൻ്റെ കയ്യിലുള്ള പഞ്ചമൂലിയും കാറും എന്നാണ് പറഞ്ഞത്. കാർ എന്ന് പറയുന്നത് കാർ 40. അങ്ങനെ തിരുമുത്താണ് ലേലം വിളിക്കാൻ തുടങ്ങിയത്. തിരു എന്ന് പറയുന്നത് തിരുക്കുറൽ, മുത്ത് എന്ന് പറയുന്നത് മുത്തുമൊഴി കാഞ്ചി. അങ്ങനെ കാലവഴി വന്നിട്ട് 40 എന്ന് പറഞ്ഞു. അപ്പോൾ കാലവഴി 40. ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു, അതായത് ഇനിയാവി 40. ഇന്നാ 40 ഉറപ്പിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഇന്ന് 40. ഐന്തിനെ 50 വിളിച്ചു. ഐന്തിനെ 50, തിണയും മൊഴി 50. പിന്നെ ഐന്തിനെ 70 പറഞ്ഞു. അപ്പോൾ ഐന്തിനെ 70. പിന്നെ തിണയമലൈ 150, തിണയമലൈ 150. അങ്ങനെ ലാസ്റ്റ് തിണയമലൈ ജയിച്ചു എന്നാണ് പറയുന്നത്. സിംപ്ലി നമുക്ക് 18 കൃതികളും ഈസി ആയിട്ട് ഓർത്ത് വെക്കാം. ഫസ്റ്റ് നമുക്ക് പറയാനുള്ളത് 4 അടിയാറാണ്. 4 എന്ന് പറയുന്നത് 4 ആണ്.
അടി എന്ന് പറയുന്നത് മെട്രിക്കൽ ഫീറ്റാണ്. അപ്പോൾ 4 അടിയാർ എന്നത് നമുക്ക് സിംപ്ലി ഓർത്ത് വെക്കാൻ പറ്റും. ഇതിൽ 4 അടികളുള്ള പോയിംസ് ആണുള്ളത്, സിംപ്ലി 4 ലൈൻഡ് വേഴ്സസ്. ഇതിൻ്റെ മറ്റൊരു പേരാണ് 4 അടി 400, കാരണം അതിൽ 400 വേഴ്സസ് ഉണ്ട്. അപ്പോൾ പേരിൽ നിന്ന് തന്നെ ഈ പോയിൻറ്റ്സ് എല്ലാം നമുക്ക് ഓർത്ത് വെക്കാം. പിന്നെ ഇത് എഴുതിയിട്ടുള്ളത് ജൈൻ മോങ്സ് ആണ്. തിരുക്കുറൽ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കൃതിയാണ് 4 അടിയാർ. നെക്സ്റ്റാണ് നന്മണി കഗടികൈ. ഇത് വിളമ്പി നാഗനാർ എഴുതിയിട്ടുള്ളതാണ്. 100 പോയംസ് ആണ് ഇതിലുള്ളത്. ഇത് ഓർത്ത് വെക്കേണ്ടത്, ഇത് വളരെ സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ള ലാംഗ്വേജിലാണ് എഴുതിയിട്ടുള്ളത്. നെക്സ്റ്റ് ഉള്ളത് ഇന്ന 40. ഇന്ന 40 എന്തായിരുന്നു? 40 അൺഡിസൈറബിൾ തിങ്സ്, ഒഴിവാക്കേണ്ട കാര്യങ്ങൾ. സോ ഇന്ന എന്നത് പറയുന്നത് എന്തായിരുന്നു വേർഡ് മീനിങ്സ്? വൺ ദാറ്റ് ബ്രിങ്സ് അൺഹാപ്പിനെസ്. ഇത് എഴുതിയിട്ടുള്ളത് കപിലറാണ്. ഇതിൽ 4 കാറ്റഗറീസ് ഒഴിവാക്കേണ്ട കാര്യങ്ങളായിട്ട് പറയുന്നുണ്ട്. ബ്യൂട്ടിഫുൾ ബട്ട് ഡിസ്ലോയൽ വൈഫ്, ദ വെൽത്ത് ഓഫ് എ മൈസർ, ലൈഫ് അണ്ടർ എ ടൈറൻറ്റ്, ബ്യൂട്ടി ഓഫ് എ ഫ്ലവർ വിതൗട്ട് ഫ്രാഗ്രൻസ്. നെക്സ്റ്റ് ഇനിയവൈ 40. ഇനിയവൈ 40 ഇന്ന 40ൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. 40 ഡിസൈറബിൾ തിങ്സ്, ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതിൽ 40 എന്ന് പറയുന്നത് 40 പോയിംസ് ആണുള്ളത്. ഇത് എഴുതിയിട്ടുള്ളത് പുത്തം സെർത്തനാറാണ്. ഇതിൽ 4 കാറ്റഗറീസ് ആയിട്ട് മുന്നേ പുസ്തകം പോലെ തന്നെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ലേണിംഗ് ഈവൻ അറ്റ് ദ എക്സ്പെൻസ് ഓഫ് ബേക്കിംഗ്, ദ അഡ്വൈസ് ഓഫ് ലേൺഡ് പേഴ്സൺസ്, ഹെൽത്തി ചിൽഡ്രൻ, സ്ട്രെങ്ത് ടു നോട്ട് കവർ അതേഴ്സ്, സ്പൗസസ്. നെക്സ്റ്റ് വരുന്നത് കാർ 40. കാർ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം മഴക്കാർ. ഇത് മഴയായിട്ടൊരു ബന്ധമുണ്ടായിരുന്നു, കാരണം ഹീറോയിനെ ഫ്രണ്ട് കൺസോൾ ചെയ്യുന്ന പോലെയാണ് ഇത് എഴുതിയിട്ടുള്ളത്. റെയിനി സീസണിൻ്റെ ബ്യൂട്ടിയൊക്കെ പറഞ്ഞിട്ടാണ് അവൾ ആശ്വസിപ്പിക്കുന്നത്. സോ ഇറ്റ്സ് റിലേറ്റഡ് ടു കാർ. അപ്പോൾ ഹീറോയിനും ഫ്രണ്ടൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതായിട്ട് നമുക്ക് ഈസിലി അത് എന്തുമായിട്ട് കണക്ട് ചെയ്യാം? അകം പോയംസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സോ ലവ്, ഇമോഷൻസ്, കോറൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. കാർ 40 എന്ന് പറയുന്നതുകൊണ്ട് ഇതിൽ 40 പോയിംസാണ് ഉള്ളത്. നെക്സ്റ്റ് കാലവഴി 40. കാലവഴി 40ലും ലിറ്ററലി നമുക്ക് എന്ത് പറയാൻ പറ്റും? 40 എന്നുള്ളതുകൊണ്ട് 40 പോയിംസ് ആണുള്ളത്. ഇത് എഴുതിയത് പൊയ്കയാറാണ്. ഇത് പൂരം എക്സ്റ്റേണൽ അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എക്സ്റ്റേണൽ അഫയേഴ്സ് എന്ന് പറയുമ്പോൾ വാർ, പൊളിറ്റിക്സ്, വെൽത്ത് എക്സെട്ര. നെക്സ്റ്റ് 5 50. 5 തിണ 50 എന്നാണ് ലിറ്ററൽ മീനിങ്. 5 തിണകളുമായിട്ട് ബന്ധപ്പെട്ട കവിതകളാണ്. 5 തിണക്ക് വേണ്ടിയിട്ട് 10 കവിതകൾ വീതമുണ്ട്. സോ ഇറ്റ്സ് 50 കവിതകൾ. 50 കവിതകളിൽ നമുക്കറിയാം 5 തിണൈ എന്ന് വരുമ്പോൾ തിണയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് ഒബ്വിയസ്ലി ഇറ്റ്സ് അകം സബ്ജക്റ്റ്. സോ സ്നേഹം, സെപ്പറേഷൻ, അങ്ങനെയുള്ള അകം പോയംസാണ് ഇതിൽ വരുന്നത്. നെക്സ്റ്റ് തിണൈമൊഴി 50. തിണൈമൊഴി 50 എന്ന് പറയുമ്പോൾ തന്നെ അതിലും തിണയുണ്ട്. സോ 50 എന്ന് പറയുമ്പം 50 പോയമാവാൻ എത്ര പോയംസ് വേണ്ടി വരും? 5 തിണക്കും 10 പോയംസ് വീതം വേണ്ടി വരും. പിന്നെ തിണയായിട്ട് ബന്ധപ്പെട്ടത് എന്തായിരിക്കും? അകം പോയംസ് ആയിരിക്കും. സോ ഒബ്വിയസ്ലി ഇറ്റ്സ് റിലേറ്റഡ് ടു ഇമോഷൻസ്, ലവ്, സെപ്പറേഷൻ, ലവേഴ്സ് കോറൽസ് എക്സെട്ര. നെക്സ്റ്റ് 5 തിണ 70. 5 തിണ 70. അപ്പം 5 തിണ യൂസ് ചെയ്തിട്ട് 70 ആവണമെങ്കിൽ എത്ര വേണ്ടി വരും? ഓരോ 5 തിണയിലും 14 പോയംസ് വീതം വേണ്ടി വരും. അപ്പം 14 × 5 70 സോ തിണൈ എന്ന് വന്നു. സോ ആസ് വി മെൻഷൻഡ് ഏർലിയർ, തിണൈ എന്ന് പറയുമ്പം ഇത് എന്തുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും? അകം പോയംസ് ആയിരിക്കും. നെക്സ്റ്റ് തിണൈമലൈ 150. സോ നമുക്ക് മുന്നേ പറഞ്ഞ പോലെ ഗസ് ചെയ്യാം, തിണയാണ്. സോ ഇറ്റ്സ് അകം പോയം. തിണൈമലൈ 150. 150 5 കൊണ്ട് 150 ആവാൻ എത്ര വേണ്ടി വരും? ഒരു പോയത്തിൽ 31 പോയംസ് വീതം വേണ്ടി വരും. സോ ടോട്ടൽ 155 പോയംസാണ് വേണ്ടത്. പക്ഷേ ഇതിൽ 154 പോയംസ് മാത്രമാണ് ഉള്ളത്. നെക്സ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഓഥറാണ് തിരുവള്ളുവർ. അദ്ദേഹത്തിൻ്റെ കൃതിയാണ് തിരുക്കുറൽ. ഇത് ദ്രവീഡിയൻ എഴുതിയിട്ടുള്ള എത്തിക്സിൻ്റെ വൺ ഓഫ് ദ ഏർലിയസ്റ്റ് വർക്ക്സ് ആണ്. ഇതിൽ എപ്പിക്സ്, ലവ്, പൊളിറ്റി, ഗവേണൻസ്, വാർ, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇത്രയും പ്രധാനപ്പെട്ട കൃതി ആയതുകൊണ്ട് ഇതിനെ തമിഴ് വേദ എന്ന് വിളിക്കുന്നുണ്ട്, ദ ഡിവൈൻ ബുക്ക് എന്നും വിളിക്കുന്നുണ്ട്. പിന്നെ തിരുക്കുറൽ എന്ന വേർഡിൽ തന്നെയുണ്ട്. കുറൽ എന്ന് പറയുന്നത് കപ്ലറ്റ് എന്നാണ് മീനിങ്. സോ വാട്ട്സ് എ കപ്ലറ്റ്? 7 വേർഡ്സ് ഈച്ചുള്ള ചെറിയ ചെറിയ കവിതകളെയാണ് നമ്മൾ കപ്ലറ്റ്സ് എന്ന് വിളിക്കുന്നത്. തിരുക്കുറലിനെ നമ്മൾ മെയിനായിട്ട് 3 ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ബുക്ക് 1, ബുക്ക് 2, ബുക്ക് 3. അരം, പൊരുൾ, ഇമ്പം. അരം എന്ന് പറയുന്നത് ബുക്ക് ഓഫ് വേർച്യൂ, അതായത് ധർമ്മ. പൊരുൾ എന്ന് പറയുന്നത് ബുക്ക് ഓഫ് പൊളിറ്റി, അതായത് അർത്ഥ. ഇമ്പം എന്ന് പറയുന്നത് ബുക്ക് ഓഫ് ലവ് അഥവാ കാമ.
നെക്സ്റ്റ് വർക്കാണ് തിരികടുകം. തിരികടുകത്തിൽ 100 പോയംസ് ആണുള്ളത്. ഇത് ട്രഡീഷണൽ ഹെർബൽ മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വേണമെങ്കിൽ നമുക്ക് കടുക് എന്തെങ്കിലും ഹെർബുമായിട്ട് ബന്ധപ്പെട്ടൊരു വേർഡാണെന്ന് വേണമെങ്കിൽ ഓർത്ത് വെക്കാം. കടുക് ഹെർബ്സുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ ഹെർബൽ മെഡിസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതിൽ 3 കാര്യങ്ങളാണ് ഓർത്ത് വെക്കേണ്ടത്. സുക്ക് അഥവാ ചുക്ക്, മിളക്, പെപ്പർ അതായത് കുരുമുളക്, തിപ്പില്ലി എന്ന് പറയുന്നത് തിപ്പല്ലി, ഇറ്റ്സ് എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ലോങ് പെപ്പർ. ആചാരക്കോവൈ നെക്സ്റ്റ് കൃതിയാണ് ആചാരക്കോവൈ. ആചാരക്കോവയിൽ തന്നെ നമുക്ക് ലിറ്ററൽ മീനിങ് തന്നെയുണ്ട്. ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് ആളുകൾ ഫോളോ ചെയ്യേണ്ട റിച്വൽസ് എന്തൊക്കെയാണ്, റൈറ്റ് മെത്തേഡ് എന്തൊക്കെയാണ്, ശരിയായത് എന്തൊക്കെയാണ്, തെറ്റായത് എന്തൊക്കെയാണെന്നാണ് ഈ ഒരു കൃതിയിൽ പറയുന്നത്. ഇതിൽ ഓർത്തിരിക്കേണ്ടത് പുലയേഴ്സായിട്ടുള്ള ലോവർ കാസ്റ്റിലുള്ള ആളുകൾ തൊട്ടിട്ടുള്ള വെള്ളം ഹയർ കാസ്റ്റിന് കൺസ്യൂം ചെയ്യാൻ പാടില്ല എന്ന് ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ പുലൈ എന്ന വേർഡിൻ്റെ മീനിങ് മീറ്റ് എന്നാണ് തമിഴിൽ. അതുകൊണ്ട് തന്നെ പുലയേഴ്സ് മീറ്റ് ഈറ്റേഴ്സ് ആണെന്നും ആചാരക്കോവയിൽ ഇതെഴുതിയ ആൾ പറയുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് പഴമൊഴി 400. പഴമൊഴി 400 എന്ന ലിറ്ററൽ മീനിങ് തന്നെയുണ്ട്. പഴമൊഴി എന്ന് പറയുന്നത് പഴഞ്ചൊല്ലുകൾ, അതായത് പ്രോവേർബ്സ്. 400 കവിതകളായിട്ട് ഇങ്ങനെ പ്രോവേർബ്സും അതിൻ്റെ മെസ്സേജസുമാണ് ഇത് പറയുന്നത്. ഇതിലാണ് it's impossible to straighten the tail of a dog as it's impossible to control the unchaste mind of a girl by throwing her in prison. ഈ ഒരു സിമിലി വരുന്നത് പഴമൊഴി 400-ലാണ്. സിരുപഞ്ചമൂലം. സിരുപഞ്ചമൂലം ഒരു ഹെർബൽ മെഡിസിനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു കൃതിയാണ്. പിന്നെ അതുപോലെ ജൈനിസവുമായിട്ടും ഇതിനൊരു ബന്ധമുണ്ട്. ഇതിൽ 100 പോയംസ് ആണുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ടും കുറേ ടൈപ്സ് ഓഫ് ഹെർബ്സ് മെൻഷൻ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് കൃതിയാണ് മുത്തുമൊഴി കാഞ്ചി. ഇതിൽ 100 പോയംസ് ആണുള്ളത്. ഇതിൻ്റെ സിമ്പിളായിട്ടുള്ള സ്റ്റൈലാണ് പോയംസിനുള്ളത്. ഓരോരോ മെസ്സേജ് പറയുന്ന പോലെയാണ് ഓരോ പോയംസ് ഉള്ളത്. നെക്സ്റ്റ് വരുന്നത് ഏലാതി. ഏലാതി എന്ന വേർഡ് തന്നെയുണ്ട്, ഏലം. അപ്പം ട്രഡീഷണൽ ഹെർബൽ മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ഒരു കൃതി. ഇതിൽ 80 പോയംസ് ആണുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ട 6 ഹെർബ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഏലം, പിന്നെ ഇലവാങ്കപ്പട്ടൈ. ഏലം എന്ന് പറയുന്നത് നമുക്കറിയാം കാർഡമം. ഇലവാങ്കപ്പട്ടൈ എന്ന് പറയുന്നത് പട്ട, സിനമൺ. പിന്നെ നാഗകേസരം. നാഗകേസരം അയൺ വുഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഹെർബാണ്. പിന്നെ മുളക്, തിപ്പല്ലി, ചുക്ക്. പിന്നെ വരുന്ന കൃതിയാണ് കൈനിലൈ ആൻഡ് ഇന്നിലൈ. കൈനിലയിൽ 60 പോയം, ഇന്നിലയിൽ 45 പോയംസ്. ഇതിൽ നമുക്ക് കൈനിലൈ കംപ്ലീറ്റ്ലി അവൈലബിൾ അല്ല, വെരി ഡാമേജ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ പല പോയംസ് പകുതി മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ. ഇത് മെയിനായിട്ടും ഡീൽ ചെയ്യുന്നത് അകം പോയറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇന്നിലയിൽ നമുക്ക് ഈ ഒരു തിരുക്കുറളിൽ കാണുന്ന പോലെ ഒരു സബ് ഡിവിഷൻ കാണാൻ പറ്റും. അതായത് അരം, പൊരുൾ, ഇമ്പം, വീട്. ആ ഒരു തിരുക്കുറളിലുള്ള സബ് ഡിവിഷൻ വരുന്ന മറ്റൊരു കൃതി കൂടിയാണ് ഇന്നിലെ. താങ്ക് യു ഫോർ വാച്ചിങ്.